അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജിൻ്റെയും ഉംറയുടെയും പഠന വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഈ 4ാമത്തെ എപ്പിസോഡിൽ ഉംറയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഉംറയുടെ ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് മുതൽ ചർച്ച ചെയ്ത് വരികയായിരുന്നു. വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ആ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചു. ഇനി ഉംറയിലേക്ക് കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്ത് സഈദ് അലി വാഫി നമ്മുടെ കൂടെ നമ്മുടെ ക്ലാസ്സിന് നേതൃത്വം നൽകുവാൻ വേണ്ടി കൂടുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ളുലുമാതിൽ വഹം വഅക്രിംനാ ബിനൂരിൽ ഫഹം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹ്ഹിൽ അഖ്ലാഖനാ ബിൽ ഹിൽം വജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. പ്രിയപ്പെട്ട നൗഫൽ വാഫി സൂചിപ്പിച്ചതുപോലെ നമ്മൾ അതിൻ്റെ ആത്മീയമായിട്ടുള്ള റൂഹിയായിട്ടുള്ള വശം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അന്നത്തോടു കൂടി നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കർമ്മശാസ്ത്രം ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ഒരു സൂക്തത്തിൻ്റെ ആശയം ഇസ്ലാം മതം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്നാണ്. ഈ ഇറങ്ങിയ പാശ്ചാത്തലം നമ്മളെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൂറത്ത്, ഈ ഒരു സൂക്തം അവതരിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ അവസാന സന്ദർഭത്തിലാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ഈ ഒരു സൂക്തം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു സൂക്തത്തെ, ഈ ഒരു കാര്യത്തെ പുരസ്കരിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പൂർത്തീകരണമാണ്. ഒരു മനുഷ്യന്റെ, നമ്മൾ അതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഒരു സൂക്തം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരണമാണ്. ഒരാൾ ഹജ്ജ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവനെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. പിന്നെ നമ്മൾക്ക് ആ ഒരു പൂർത്തീകരണം നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ റിസ്ക് ആയിട്ടുള്ള ടാസ്ക്. പൊതുവെ പറയാറുണ്ട് ഹജ്ജ് ചെയ്യാൻ സുഖമാണ്, പക്ഷെ ഹാജിയെ ജീവിക്കാൻ സാധിക്കില്ല എന്ന്. കാരണം ഹജ്ജിൽ നിന്ന് കിട്ടിയ ഗുണപാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അതത്ര സിമ്പിൾ ആയിട്ടുള്ള വിഷയമല്ല. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്ന സമയത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ സ്വീകരിക്കപ്പെട്ട ഹജ്ജാണെങ്കിൽ അങ്ങനെ ആകുന്നതായിരിക്കുമല്ലോ. ആ ഒരു സ്റ്റാറ്റസ് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. ഇവിടെ നമ്മള് ഹജ്ജ്, നമ്മൾ കൂടുതൽ ഇതിൽ കർമ്മശാസ്ത്രത്തിൽ വരുന്ന നമ്മൾ ഉംറ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അതിന്റെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹജ്ജ് ഉംറയൊക്കെ ഏകദേശമൊക്കെ സെയിം ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ രണ്ടും കൂടി അതാണ് ഒരു മിക്സ് ചെയ്ത് പറയുന്നത്. പക്ഷെ കർമ്മശാസ്ത്രക്കാന്ന് നമ്മൾ അതിന്റെ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം മറ്റത് ഉംറക്കാണല്ലോ കൂടുതൽ ആൾക്കാരും പോകുന്നത്, ഹജ്ജ് കുറവാണല്ലോ. ഐ മീൻ വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് നമ്മൾ ഒരു ഉംറ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പഠിക്കുന്ന പാഠങ്ങൾ അതെന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട് ദിക്റുൽ മൗത്ത്, മരണസ്മരണ. നമ്മൾ ഈ അള്ളാഹുവിലേക്ക് പോവാനുള്ളതാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരണം. അത് ഒരു അത്യാവശ്യ ഒരു കാര്യമാണ്. കാരണം അത് ഓരോന്നും അങ്ങനെ. ഇപ്പോൾ ഖുർആനിലെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സൂറത്തുൽ ഹജ്ജ് ഒരു സൂറത്താണുള്ളത്. ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ യാ അയ്യുന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത സഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഇത് നാളെ മാശറയിൽ ഉണ്ടാകാൻ പോകുന്ന സുദീർഘമായുള്ള ഭയവിഹ്വലതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, അറഫയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നാളെ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇഹ്റാമിന്റെ വിഷയം, ശരിക്കും കഫൻ തുണി ധരിച്ച് നമ്മൾ പോവാണ്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മള് കുളിച്ച് മാറ്റി കഫൻ തുണി നമ്മൾ തന്നെ ധരിച്ചു. ആ ഒരു വ്യത്യാസം. മരിച്ചു കഴിഞ്ഞാല് മറ്റൊരാളെ നമ്മളെ കുളിപ്പിക്കുന്നു, മറ്റൊരാള് നമ്മൾക്ക് കഫൻ പുടവ അണിയിച്ചു തരുന്നു. അപ്പോ നമ്മള്
ആ ഒരു മരണസ്മരണ, പഠിച്ചവനെ ഞാൻ നാളെ മരിക്കാനുള്ളതാണ്, ഇതുപോലൊരു കഫൻ തുണി ഇന്ന് ഞാൻ സ്വന്തം പോവുകയാണെങ്കിൽ നാളെ നീ ഞങ്ങളെ മറ്റൊരാള് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ ഞാൻ നാളെ നിന്റെ മുന്നിൽ വന്നിട്ട് മാശറയിൽ നിൽക്കുന്നത് പോലെ, അതേപോലെ അതെ ഇന്ന് ഞാൻ അറഫയിൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ നാളെ മാശറയിൽ നിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അഥവാ ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഉള്ളിലേക്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും ഈ ഭൗതികമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് മാറും. ഒരാളിപ്പോ പിന്നെ ഒരാള് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാല്, ഒരാൾ സിറാത്ത് പാലത്ത് നിന്നാണ് നിസ്കരിക്കുന്നത് വിചാരിച്ചാല് നിസ്കാരത്തിൽ പിന്നെ അയാൾക്ക് വേറെ ശബ്ദം ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ ആ കഫൻ പുടവ അണിയിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം വന്നു കഴിഞ്ഞാല് പിന്നെ അയാൾക്ക് ഭൗതികമായ ചിന്ത ഒന്നും വരില്ല. അറഫയിൽ നിൽക്കുമ്പോ മഹ്ശറിൽ നിൽക്കുന്ന ഒരു രംഗാണെന്ന് വന്നു കഴിഞ്ഞാല് മഹ്ശർ അത്രത്തോളം ഭയവിഹലായിരിക്കും. അപ്പൊ അതിനെ ശരിക്കും മുന്നിൽ കാണുന്ന രീതികളാണ് നിൽക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷെ ഇത്തരം ചിന്തകൾ കൊണ്ടായിരിക്കാം ഒരാൾ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാള് ഉമ്മ പറ്റ കുട്ടിയെ പോലെ ആകുമെന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഒരു മരണസ്മരണ ഉണ്ടെങ്കിൽ നമ്മൾ തുടർന്നുള്ള ജീവിതവും വളരെ അള്ളാഹുവിന് മാർഗത്തിലാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസ് ഉണ്ട്, പിന്നെ ചിലവരുടെ ഹൃദയം തുരുമ്പ് പിടിച്ചാൽ ആ തുരുമ്പ് കളയാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ദിക്റുൽ മൗത്ത്, പിന്നെ ഖുർആൻ പാരായണം. അപ്പോൾ മരണസ്മരണ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഹൃദയവിശുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഒന്നാമത്തെ പാഠം. ഇത് ഒരുപാട് വിശദീകരിക്കുന്നതാണ്, പക്ഷെ നമ്മള് സമയത്തിന് പരിമിതിയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. രണ്ടാമത്തത് തളഹിയത്ത്, ഡെഡിക്കേഷന്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാവണം. അള്ളാഹു എന്താണോ പറഞ്ഞത് അതേത് കാര്യമാണെങ്കിലും നമ്മൾ അതേപോലെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണല്ലോ നമ്മളവിടെ പോയിട്ട് അയവർക്കുന്നത്. അതുപോലെ തന്നെ ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം, അതൊക്കെ എന്താണ്, ഹാജറ റളിയല്ലാഹു തആല അൻഹ പിന്നെ ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മക്കയിൽ ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബു വതതർകുനാ ബിഹാദൽ വാദില്ലദീ ലൈസ ഫീ ഇൻസു വലാ ഷൈ. ഒരു മനുഷ്യനൊന്നുമില്ലാത്ത ഞങ്ങൾ ഉപേക്ഷിച്ച് എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതെ അള്ളാഹു പറഞ്ഞാണ്, എന്നാ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിതമാണ് സമർപ്പിക്കാൻ തയ്യാറായതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. സ്വന്തം മകനെ അറക്കാൻ പറഞ്ഞപ്പോ ഒന്നും ആലോചിച്ചിട്ടില്ല, പഠിച്ചാൻ പറഞ്ഞതാണെങ്കിൽ അതാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ. അതെ അതെ, അതൊരു ഇബ്രാഹിം നബിയുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് ഇസ്മായിൽ നബിയുടെ ആ ഒരു മറുപടി ഉണ്ടല്ലോ, അറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ പറഞ്ഞത് അത് താങ്കൾ ചെയ്തോളൂ. അപ്പോ ആ ഒരു സമർപ്പണം, ഡെഡിക്കേഷൻ, അതിന്റെ ഒരു പിന്നെ ആ ഒരു ഔന്നത്യം പ്രാപിക്കണം. ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ആലോചിക്കാറുണ്ട്. ഈ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ ഓരോ പിന്നെ ബലിപെരുന്നാളിന്റെ സമയത്ത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ സ്വന്തം ഭാര്യയെ സ്വന്തം പിന്നെ കുടുംബത്തെ കൊണ്ടുപോയി ആരുമില്ലാത്തൊരു സ്ഥലത്ത്, നമുക്കൊക്കെ അറിയാമല്ലോ, നമുക്കിപ്പോൾ എല്ലാവരുമുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള വേറൊരു വീട്ടിലേക്ക് അവരൊറ്റയ്ക്ക് കൊണ്ടുപോയി താമസിപ്പിക്കാൻ പോലും നമുക്കൊരു പക്ഷേ മനസ്സ് വന്നോളാം, നമ്മുടെ കുടുംബത്തെ താമസിപ്പിക്കാൻ മനസ്സില്ല. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അള്ളാഹു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എന്നിട്ട് വെള്ളം കൊടുത്തല്ലോ. കാരണം എന്നിട്ട് ഹാജറ റളിയല്ലാഹു തആല അൻഹ മകന് ദാഹിച്ചപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നത്. അപ്പോ യാതൊരു അസറുമില്ലാതെ അല്ലെങ്കിൽ എന്താണ് ഒരു വെള്ളം ഉണ്ടാവാൻ ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലത്താണ് മാവു സംസം കൊടുത്തത്. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ ഇതിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത്, ഒരു ഡെഡിക്കേഷൻ മെന്റാലിറ്റി, ഒരു സമർപ്പിത മനോഭാവം. അത് നമ്മൾ ഉംറയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠാണ്. മൂന്നാമത്തത് അൽ ഹറക്ക. ഹറക്ക എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ അത് പറയാ, മൊബിലൈസേഷൻ, ഒരു മൊബിലിറ്റി. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂല. നമ്മൾ മറ്റു ആരാധന പോലല്ല. ഉംറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കും ഇലയ്യ അംഷിയിലേക്ക്, ഇങ്ങനെ ഇങ്ങോട്ട് എണീക്ക്, ഒന്ന് എണീക്ക്, എന്നാ ഞാൻ അങ്ങോട്ട് നടന്നു വരാം, ഇങ്ങനെ നടന്നു പോവാ, എന്നാ ഞാൻ ഓടി വരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒരുതരം മോട്ടിവേഷൻ നമുക്ക് നമ്മൾ കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇപ്പോൾ സുലഭമാണ്. അള്ളാഹു തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാണ്. നിങ്ങളൊന്ന് എണീക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഇരുന്നിടത്ത് നിന്ന് എണീച്ചൊന്ന് നമ്മളൊന്ന് മൊബിലൈസ് ആവുക. എന്താ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ഉംറയുടെ പ്രവർത്തനങ്ങളും അങ്ങനെയാണല്ലോ, എവിടെ ഇരുന്നിട്ട്
അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു അടങ്ങി ഒതുങ്ങിയിരുന്നിട്ടുള്ള പരിപാടി എല്ലാം തവാഫും സഅയും ഒക്കെ ആണെങ്കിലും ഹറക്കത്തിലൂടെയുള്ള കാര്യങ്ങളാണ് എല്ലാം. നമ്മള് എന്താ പറയാ ഒരു മടി കൂടാതെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാന്നുള്ളൊരു വലിയൊരു സന്ദേശം ഉംറയിൽ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ 4ാമത് നമ്മൾ പഠിക്കേണ്ട പാഠം അദാവത്തുമായ ഇബ്ലീസ്, പിശാജ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാജാണ്. ആ പിശാജിനോടുള്ള ആ ഒരു ശത്രുതാ മനോഭാവം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ ഈ ഉംറയോടുകൂടി അല്ലെ ഹജ്ജോട് കൂടി ഉണ്ടായിത്തീരണം. കാരണം നമ്മളെ വഴി പിഴപ്പിക്കാനായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വഴി പിഴപ്പിക്കാനായി എല്ലാ അർത്ഥത്തിലും പരിശ്രമിക്കുന്ന നമ്മുടെ ഒരു ശത്രുവാണ് പിശാജ്. പിശാജ് തന്നെ പറയുന്നത് തുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. ഞാൻ ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ വന്ന് അവരെ വഴി പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ എന്ന് ഇബ്ലീസ് പറയുന്നുണ്ട്. ആ ഒരു ഇബ്ലീസിനോട് നമ്മൾക്ക് എത്രത്തോളം ശത്രുതാ മനോഭാവം പുലർത്താൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നുണ്ട്, ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവ. അതെന്തിനാ പറയുന്നത്? ഇന്ന ശൈത്താന ലക്കും അദുവൻ. അത്ര പറഞ്ഞ് നിർത്തിയാൽ മതിയല്ലോ. അത് ശത്രുവാണ്, പോരാ. ഫത്തഖിദുഹു അദുവ, നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണുകയും ചെയ്യണം. അതാ രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. കാരണം ഒരു ശത്രു ഉണ്ടാകുന്നവരെ നമ്മൾക്ക് പിന്നെ ഒരു മാത്സര്യ ബുദ്ധി വരും. അത് വളരെ സ്വാഭാവികമാണ്. അത് ഈ ഒരു എന്താ പറയുക, ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു പിന്നെ എനിക്ക് കമ്പനീൻ്റെ വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും അപ്പുറത്തൊരു ഒരു ഒരു കോമ്പീറ്റൻസി ഉണ്ടെങ്കിൽ, ഒരു കോമ്പറ്റേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താകും കൂടുതൽ ഉത്സാഹത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തി അപ്പുറത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വിജയിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് കൂടുതൽ അധികരിക്കും. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പറഞ്ഞതിനെതിരായിട്ട് പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നമുക്കൊക്കെ ശൈത്താൻ അല്ലെങ്കിൽ ഇബ്ലീസ്, പിശാച് എന്നുള്ളത് ശത്രുവാണ് എന്ന് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പറയാറുണ്ട്. എങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ പിശാജ് പറഞ്ഞ കാര്യത്തോട് താല്പര്യം ഉണ്ടാവുകയും അള്ളാഹു പറഞ്ഞതിനോട് താല്പര്യം ഇല്ലാതിരിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. തിരിച്ചാണ് വേണ്ടത്. അള്ളാഹു പറഞ്ഞതിനോട് താല്പര്യം ഉണ്ടാവുകയും പിശാജ് പറഞ്ഞതിനോട് താല്പര്യം ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. ആ ഒരു വലിയൊരു സന്ദേശം നമുക്ക് ഉംറയിൽ നിന്ന് കൃത്യമായിട്ട് ലഭിക്കണം. എങ്കിൽ മാത്രമേ മാത്രമല്ല ഒരു ഹദീസ് ഉണ്ട്, ഇബ്ലീസിന് ഏറ്റവും നിന്ദ്യനായിട്ട് അല്ലെങ്കിൽ നിസ്സാരനായിട്ട് കാണപ്പെടുന്ന ഒരു സാഹചര്യം ഹജ്ജാണ്. അതുപോലെ തന്നെ ആ ഹദീസിൽ പറയുന്ന മറ്റൊന്ന് ബദർ യുദ്ധമാണ്. ബദർ യുദ്ധത്തിൽ എന്താണ്ടായത്? വഖാല ഇന്നി ബരീഉമിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു എന്നാണ്. അപ്പൊ നേരിട്ട് ഇബ്ലീസുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ മക്കയിൽ നമ്മൾ ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും നേരെ ഇബ്ലീസിനുമായിട്ട് അല്ലെങ്കിൽ പിശാചുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുകയാണ്. അപ്പൊ ഹജ്ജിനാണെങ്കിൽ നമ്മൾ ജുംറയിൽ എറിയുന്നുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും നമ്മൾ ഒരു ഭൗതികമായിട്ട് തന്നെ നമ്മൾ പിശാചിനോട് മാനസികമായിട്ടുള്ള ഭൗതികമായി ശാരീരികമായിട്ടും കൂടി പിശാചിന് നമ്മൾ എന്താണ് പോരടിക്കണം. ആ ഒരു പോരാട്ട വീര്യം, ആ ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ശരിക്കും പറഞ്ഞാല് മനസ്സുകൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് പറഞ്ഞിരിക്കാൻ മനസ്സുകൊണ്ട് മാത്രം പോരാ, മനസ്സുകൊണ്ട് വേണം. അതോടുകൂടെ തന്നെ അതായത് ഈ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെ ശരിക്കും പ്രാവർത്തികമായിട്ട് ചെയ്യുമ്പോൾ അതും കൂടി നമ്മളെ തഅ്സീർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇബ്ലീസിനോട് അല്ലെങ്കിൽ പിശാചിനോട് നമുക്ക് ശത്രുത ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് കൂടെ തന്നെ ആ ഒരു ശത്രുതയ്ക്ക് കുറച്ചുകൂടി സ്ട്രോങ് കൂടുകയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ. 5ാമത്തത് വഹദത്തുൽ ഉമ്മ, ഈ ഒരു യൂണിറ്റി, ഒരു മുസ്ലിം സമൂഹം ഐക്യം, അത് നമ്മൾ അവിടുന്ന് കൈവരിക്കേണ്ട ഒരു വലിയൊരു പാടാണ്. നമ്മൾ അറബി എന്നോ, നമ്മൾ പൊതുവെ പ്രസംഗത്തിലൊക്കെ പറയാം അറബി എന്നോ അനർബി എന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ, അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകുന്ന സാഹചര്യമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അവിടെ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ഒക്കെ എന്താണ് ഒരേ സ്റ്റാറ്റസ് ആണ്. ഒരാളും മേലെയും താഴെയില്ല. മാൽക്കം എക്സിന്റെ ചരിത്രത്തിലൊക്കെ അത് അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മക്കയിൽ പോയിട്ട് അദ്ദേഹം ഒരു കറുത്ത വംശജനായിരുന്നല്ലോ. വെളുത്തവർക്ക് അദ്ദേഹത്തിന്റെ ശത്രുവായിരുന്നു. ഹജ്ജിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ടെൻഡൻസി മാറി കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ മുഹമ്മദ് അസദിന്റെ പുസ്തകത്തിലും ദ റോഡ് ടു മക്കയിലും ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം കാണുന്നേരം
പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്. അപ്പോൾ ഗസയിൽ മുസ്ലിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരും അത് നമ്മുടെ പ്രയാസമാണ്. ലോകത്ത് എവിടെയൊക്കെ ഇന്തോനേഷ്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും എല്ലാവരും ഏകോദര സഹോദരന്മാരാണ് എന്ന ഒരു ഫീലിംഗ് ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും എന്താവണം, ഉംറ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടണം. അതും ഇതിന്റെ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, യൂണിറ്റി എന്നുള്ള സംഭവം, ആ ഒരു പോയിന്റിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇഷ്ടംപോലെ ആളുകൾ. കാരണം മറ്റ് ഒരു മതത്തിലും അങ്ങനെ അവർ ഫീൽ ചെയ്യാൻ പറ്റണില്ല ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു ഒരേ ലെവലിൽ എല്ലാവരെയും കാണുക. അപ്പം ഉദാഹരണം പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ് നിസ്കാരത്തിൽ. പിന്നെ ചില ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ പറയുന്നത്, ഒരു പക്ഷേ അതിന് തൊട്ട് മുമ്പ് വരെ രാജകീയ പദവിയിലിരിക്കുന്ന ആള് ഒരു സഫിന്റെ മുമ്പിലുണ്ടെങ്കിൽ അയാൾ, അല്ലെങ്കിൽ ഒരു സഫിന്റെ ബാക്കിലുണ്ടെങ്കിൽ അയാൾ സുജൂദ് ചെയ്യുന്നത് അയാളേക്കാൾ താഴെ തട്ടിലുള്ള ഒരാളുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ്. അതേപോലെ തന്നെയാണ് ഉംറയിലും ഹജ്ജിലും ഒക്കെ ഒരേ വസ്ത്രധാരണയിൽ. അവിടെ വേറെ കൃത്യമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ. അപ്പൊ അതൊരു ഫീലിംഗ്. എല്ലാവരും നമ്മുടെ ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടാണ്, ഐക്യമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഇസ്ലാമിക ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും വസ്സയിൽ, നേരത്തെ പറഞ്ഞ പോലെ വസ്സയിൽ ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കണം. അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ ഒരു സന്ദർഭത്തിൽ ദുആ ചെയ്യാം. നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകളിൽ നടത്താനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വരുന്ന എപ്പിസോഡുകളും മുടങ്ങാതെ തന്നെ അല്ലെങ്കിൽ മിസ്സാവാതെ തന്നെ നിങ്ങൾ അത് ഫോളോ ചെയ്യുക, അത് കേൾക്കുക, അതിലൂടെ കിട്ടുന്ന അറിവുകൾ കരഗതമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു പറയുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒക്കെ നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിട്ടുന്ന അറിവ് ജീവിതത്തിൽ ഫലവത്തായ രീതിയിൽ ഉപകാരപ്പെടുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുക എന്നുള്ളതാണ് നാഫിയായ ഇൽമ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നമുക്ക് വിടവാങ്ങാം. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.